കെ ഗോപനും CPM-ൽ താത്വിക ആചാര്യനായി മാറിയതിൽ സന്തോഷമുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ MA ബേബി, ഗോവിന്ദ മാഷ്, ബി രാജീവ് ഇവരൊക്കെയാണല്ലോ ഈ താത്വികമായ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ ഏതായാലും ഗോപനും താത്വികമായ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദിയും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അവസാനം അദ്ദേഹം പ്രസംഗിച്ച് വന്നു ഇന്ന് ബഹുമാന്യായ ഗോവിന്ദ മാഷയുടെ വാർത്താ സമ്മേളനം കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അദ്ദേഹം കുമാരപിള്ള മാഷായി മാറുകയാണ് ചെയ്ത സന്ദേശത്തിൽ. ആളുകൾ ഇതൊക്കെ കേട്ട് ചിരിക്കുകയല്ലേ ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാദഗതികൾ. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഇനിയും CPM അവർ യഥാർത്ഥത്തിൽ വിലയിരുത്തലാണോ നടത്തിയത്? അല്ലല്ലോ. അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാദഗതികളുമായിട്ടില്ല. 30 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP-യും UDF-ഉം തമ്മിൽ ഡീല് എന്നൊക്കെ പറയുമ്പോൾ BJP ജയിച്ചിട്ടുള്ള 3 അസംബ്ലി മണ്ഡലം നമ്മൾ മുമ്പും ചർച്ച ചെയ്ത, ഞാൻ എൻ്റെ എണ്ണത്തിലേക്കല്ല, BJP ജയിച്ച 3 അസംബ്ലി മണ്ഡലങ്ങളിലും UDF-ന് വോട്ട് കൂടുകയാണ് ചെയ്തത്. അതിൽ ചാത്തന്നൂർ 1%, കഴക്കൂട്ടത്ത് 4%, നേമത്തും ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏതാണ്ട് അതിനേക്കാൾ 10,000-ലധികം വോട്ടുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡീലുണ്ടെങ്കിൽ BJP ജയിച്ചെടുത്ത് ഞങ്ങളുടെ വോട്ട് കൂടുകയും ഇടതുപക്ഷത്തിന് വോട്ട് കുറയുകയും ചെയ്യുന്നത് അതെന്ത് പ്രതിഭാസമാണ്? ഇവിടെ ഈ ഡീല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPM-നുണ്ടായിരിക്കുന്ന ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് തോൽവി, ആ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ, കാരണം CPM-ന് അറിയാമല്ലോ, EP ജയരാജൻ ഒരിക്കലും ചർച്ചയിൽ പറഞ്ഞ പോലെ എന്താണ് ഇടതുപക്ഷം തോക്കാൻ കാരണം? ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല, അതാണല്ലോ പ്രധാനപ്പെട്ട കാരണം. ഇനി ജനങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന ചോദ്യം, ആ ചോദ്യം കഴിഞ്ഞ 10 കൊല്ലം ഇടതുപക്ഷത്തിനുണ്ടായ ഭരണരംഗത്തെ പരാജയമാണ്. അതല്ലാതെ ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതുകൊണ്ടോ, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതുകൊണ്ടോ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ അതിശക്തമായി എതിർക്കാത്തത് കൊണ്ടോ ഇതൊന്നുമല്ല. ഞാൻ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ തന്നെ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊന്നാണ് വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെ VD സതീശൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞതാണ്, ഇനിയും ഇവിടെ കേരളം നിലനിൽക്കണം, കേരളത്തിൽ മതേതരത്വം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയതാണ്. അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ നിങ്ങൾ UDF സർക്കാർ. എന്നിട്ട് അതല്ല കാരണം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല, അത് പല കാരണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ അതാകാം, പല കാരണങ്ങളിൽ ഒരു കാരണം അതാകാം. ഞാൻ മത്സരിച്ച അസംബ്ലി നിയോജക മണ്ഡലം ഉടുമ്പൻചോല അസംബ്ലി അല്ല, അതല്ല ജയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതല്ലാന്ന് തോന്നിയതാണോ? അതുകൊണ്ടാണോ ബിന്ദുകൃഷ്ണ വെള്ളാപ്പള്ളിയെ പോയി കണ്ട അനുഗ്രഹം മേടിച്ചത്? ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങോട്ടൊരു കാര്യം പറയാം. ഉടുമ്പൻചോല ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അത് പറയണ്ട, വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം മേടിച്ചോളാം എന്ന് ബിന്ദുകൃഷ്ണയെ തോന്നിക്കാണോ? അല്ല, ബിന്ദുകൃഷ്ണ ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ പോയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരാരും വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് പോയി, ഇല്ല ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ എന്താ പറഞ്ഞ എല്ലാവരെയും കാണുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അല്ലാതെ പ്രത്യേകിച്ച് ആരെയെങ്കിലും കണ്ട് എന്തെങ്കിലും ഒരു കാര്യം ബിന്ദുകൃഷ്ണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയതായിട്ടോ ഒന്നും അവരുടെ ശത്രുക്കൾ പോലും ആക്ഷേപിച്ചില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പ്രമുഖരായ സാമുദായിക നേതാക്കളെയൊക്കെ കാണുന്നതിനോടൊപ്പം അദ്ദേഹത്തെയും കണ്ടിട്ടുണ്ടാകും. ആ കാര്യത്തിൽ അങ്ങനെ വലിയൊരു തെറ്റുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന, എനിക്ക് ചോദിക്കാനുള്ളത്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവന, അങ്ങനെ ആ വാക്കാണ് MV ഗോവിന്ദൻ ഉപയോഗിച്ചത്, അത് CPM-ന്റെ തോൽവിക്ക് കാരണമായി എന്ന് അവർ വിലയിരുത്തുന്നു. ആ പ്രസ്താവനയെ വേണ്ട വിധം എതിർത്തില്ല എന്നുള്ളത് നിങ്ങൾക്കത് തോന്നുന്നില്ല, അതെന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അതിൻ്റെ ഒരു കാരണമാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് എതിരായി വോട്ട് ചെയ്യേണ്ട ഒരു ജനവിഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞ ആളുകളുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഞാൻ താമസിക്കുന്ന ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം. അവിടെ BJP-ക്ക് വോട്ട് കൂടുതൽ വരികയും ചെയ്തു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് 38,305 വോട്ട് ഭൂരിപക്ഷം കിട്ടിയെടുത്ത് അതിനെ മറികടന്ന് എനിക്ക് 20,021 വോട്ട് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ഇവിടെ ഗോപൻ സൂചിപ്പിച്ച അല്ലെങ്കിൽ അങ്ങ് സൂചിപ്പിച്ച വെള്ളാപ്പള്ളി നടേശന്റെ വർത്തമാനം കൊണ്ട് വോട്ട് എതിരായിട്ട് ചെയ്യേണ്ട ആ ജനവിഭാഗം എന്ന് പറയുന്നത് അവർ 2-3% മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകാൻ പാടില്ലോ. BJP-ക്ക് അവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 12,000 വോട്ട്. അല്ല സേനാപതിയുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ UDF-ന് വോട്ട് ചെയ്യാത്ത ആളുകൾ, വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം തന്നെ ഈഴവർ UDF-ന് വോട്ട് ചെയ്യരുതെന്നാണല്ലോ. കൊല്ലം ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ബിന്ദുകൃഷ്ണ മത്സരിച്ച കൊല്ലത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശനെ അവർ കേട്ടില്ല,
ആ ഇലക്ട്രേറ്റ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അതല്ലേ മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കുന്നതിന് പകരം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്ന് ഇപ്പോൾ പറയുന്നതിന്റെ സ്ട്രാറ്റജി എന്താണ്? അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണം CPM ഇപ്പോഴും വിലയിരുത്തിയിട്ടില്ല. അവരിങ്ങനെ നിങ്ങൾ വിലയിരുത്തിയെന്ന് ചോദിക്കുന്നത് CPM-നോട്. ഇപ്പം നിങ്ങളാണ് കളം മാറ്റുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉള്ള വർത്താനം അല്ല ഇപ്പോൾ പറയുന്നത്.